നമസ്കാരം. ഇപ്പോൾ ആധാർ കാർഡൊക്കെ ഇന്നലെ എന്നെ 4 സ്ഥലത്താണ് ആധാർ കാർഡ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ നിന്നൊരു പറഞ്ഞു MOS ആണ് എന്ന് പറഞ്ഞപ്പോൾ നെയ് 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 ഹമേ ദേഖ്നാ ഹൈ എന്നാണ് അവർ പറഞ്ഞത്. എന്നെ അറിയാം. സുരേഷ് ഗോപിയൊക്കെ ഇന്നലെ ആധാർ കാർഡ് ചോദിച്ചു. ഇന്നലെ അല്ല, എനിക്കത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇന്നലെ എനിക്ക് പേടിയായി. ഇനി ആധാർ കാർഡ് പോരാ എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എല്ലാം ഒറിജിനലാണ് എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നത്. എല്ലാം എടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അവരെ തോൽപ്പിക്കേണ്ടത്. പിന്നെ അവർക്ക് ജയിക്കാനോ നമുക്ക് തോക്കാനോ വേണ്ടി അല്ല ഇത്. നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. Z കാറ്റഗറി ഉണ്ട്, Z+ കാറ്റഗറി ഉണ്ട്, Y കാറ്റഗറി ഉണ്ട്. വൈയുടെ തന്നെ 2, 4, 5 വകഭേദങ്ങളുണ്ട്. ഇതാ ഉദ്യോഗസ്ഥർക്ക് പാലിച്ച്. അമിത്ഷായുടെ ഒരു കേസുണ്ടല്ലോ. അമിത്ഷായെ ഇതുപോലെ പാസ് കാണിച്ചു പോരാ ആധാർ. അമിത്ഷായെ അവർക്ക് നന്നായിട്ടറിയാം. എങ്കിലും മറ്റുള്ളവരുടെ അടുത്തെല്ലാം ചോദിച്ച സ്ഥിതിക്ക് അമിത്ഷായ്ക്ക് മാത്രം അങ്ങനെ ഒരു പരിഗണന എന്ന് പറയുന്ന ഒരു നോഷൻ പുറത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് അവരത് ചോദിക്കും. ഇന്നലെ എന്നെ ഒരു സ്ഥലത്ത് ഫ്രിസ്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പ്രധാനമന്ത്രി വരുന്ന പെട്രോളിയത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ ചെല്ലുന്നിടത്ത് തന്നെ ഫ്രിസ്ക് ചെയ്തു. ഗവർണറെ ഫ്രിസ്ക് ചെയ്യാനൊക്കത്തില്ല, അവർക്ക് ഇമ്മ്യൂണിറ്റിയാണ്. എന്നെ ഫ്രിസ്ക് ചെയ്തു. അപ്പോഴും കേരള പോലീസ് പറഞ്ഞു സെൻട്രൽ മിനിസ്റ്റർ ദിസ് ഇസ് റെഗുലർ, വി ഹാവ് ടു ഡു ഇറ്റ്. കഴിഞ്ഞ ദിവസം ദേശീയപാത ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ ഭരിക്കുന്ന MP രാജേഷിന് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ആധാർ കാർഡ് SPG ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാലിശ്യമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന് ഇല്ലാത്ത ഒരു ചടങ്ങിൽ താൻ പോയി പങ്കെടുത്താൽ അദ്ദേഹത്തിന് ഇഷ്ടക്കേട് ഉണ്ടാകുമോ, അതുവഴി അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചനായ പിണറായി വിജയനും ഇഷ്ടക്കേട് ഉണ്ടാകുമോ എന്ന പേടി കൊണ്ടാണ് MP രാജേഷ് പോകാഞ്ഞത്. പക്ഷേ അതിനയാൾ ഒരു തട്ടാമുട്ടി ന്യായം പറഞ്ഞതാണ് തന്നോട് ആധാർ കാർഡ് ചോദിച്ചു എന്ന്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല മിസ്റ്റർ MP രാജേഷ്. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ഇത് പറഞ്ഞത്. കേന്ദ്രമന്ത്രിയാണ്, പെട്രോളിയം വകുപ്പ് അദ്ദേഹത്തിൻ്റെ കൂടിയാണ്. ആ മനുഷ്യനെ പോലും പലതവണ SPG ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലും ഇതുപോലെ അവർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരൂ. കമ്മിത്തം എന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരൂ. എന്നിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ ചിന്തിക്കൂ, പറയൂ. SPG എന്ന സംവിധാനത്തിന്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന ആ സംവിധാനത്തിന് രാഷ്ട്രീയമുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. രാഷ്ട്രീയമില്ല. അവർക്ക് രാഷ്ട്രീയമില്ല. എൻ്റെ അറിവിൽ അവർ വോട്ട് പോലും ചെയ്യുന്നവരല്ല എന്നാണ് തോന്നുന്നത്. കാരണം അതിനവർക്ക് സമയം പോലും കിട്ടാറില്ല. അവർ ഒരു പ്രത്യേക വിഭാഗമാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, അതുപോലുള്ള Z+ കാറ്റഗറി. അതിൽ തന്നെ പല വകഭേദങ്ങളുണ്ടെന്ന് സുരേഷ് ഗോപി പറയുന്നു. അപ്പോൾ അത്രയും ശക്തമായ, അത്രയും ശ്രദ്ധ വേണ്ട വിഭാഗം കൈകാര്യം ചെയ്യുന്നവരാണ്. അവർക്ക് ഈ രാഷ്ട്രീയമില്ല. മോദിയുടെ സ്ഥാനത്ത് മറ്റൊരാൾ പ്രധാനമന്ത്രി ആയാലും ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇതിനു മുമ്പും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമന്ത്രി തന്നെ വിചാരിക്കണം, ഒരു പക്ഷേ അദ്ദേഹം പ്രോട്ടോക്കോൾ പ്രകാരം അദ്ദേഹത്തോട് SPG പറയുന്നു ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി പോകരുത് എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്താലും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആൾക്കൂട്ടത്തിലേക്കൊക്കെ ഇറങ്ങിപ്പോവാം. അല്ലാതെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആര് വരണം, ആര് പോകരുത്, ഇതൊക്കെ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളും മറ്റുമൊക്കെ ഉണ്ട്. അതൊരു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചാൽ പോലും അവർ കൂടി അത് അപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽ തന്നെ നടപടി എടുക്കേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MP രാജേഷ് മന്ത്രിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ സ്ഥാനമൊന്നും MP രാജേഷിന് ഇല്ല. എന്തിന്? കേന്ദ്രമന്ത്രിയുടെ സ്ഥാനം പോലും ഇല്ല. സുരേഷ് ഗോപിയെ പോലും ഇതുപോലെ പലതവണ തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ MP രാജേഷിനെ തടഞ്ഞു എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നതിന് ഒരു കഥയുമില്ല. മാത്രമല്ല MP രാജേഷ് എന്താണ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? SPG സംഘികളാണ് എന്നാണോ? എന്ത് വിഡ്ഢിയാണ് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് ആലോചിച്ച് നോക്കുക. SPG എന്ന സംവിധാനത്തിന് രാഷ്ട്രീയമില്ല. അവർക്ക് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരേ ഒരു ഉത്തരവാദിത്വവും കടമയും മാത്രമേ ഉള്ളൂ. അത് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതുപോലുള്ള സംവിധാനത്തിനെ നിങ്ങൾ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ അല്പത്തരം ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ഗുണവുമില്ലാത്ത കാര്യമാണിത്. ഒരു മന്ത്രി അദ്ദേഹം തൻ്റെ ആധാർ കാർഡ് പോലും കൊണ്ട് നടക്കാതെയാണ്. ഇവിടെ നമ്മളൊക്കെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തിരിച്ചറിയ കാർഡ് നമ്മുടെ പേഴ്സിലോ പോക്കറ്റിലോ ഒക്കെ കാണും. അപ്പോൾ ഒരു മന്ത്രിക്ക് അത് ബാധകമല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ധാർഷ്ട്യമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്താ കുഴപ്പം എന്താന്നേ? മാത്രമല്ല പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ഇത് ആവശ്യമുണ്ടെന്ന് ഇതിനു മുമ്പും നിങ്ങൾ ഇതുപോലുള്ളതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പങ്കെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല, ഒരു ഗവർണർ ഉണ്ടായിട്ടില്ല, ഒരു രാഷ്ട്രപതി ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഇതിൻ്റെ നടപടിക്രമം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും. ആ അറിവില്ലായ്മ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് പുറത്തിറങ്ങി വന്നിട്ട് ഛർദ്ദിച്ച് നാട്ടുകാരെ കൂടി നിങ്ങളുടെ അറിവില്ലായ്മ അറിയിക്കരുത് എന്ന് മാത്രമേ വളരെ ലളിതമായിട്ട് നിങ്ങളോട് പറയാനുള്ളൂ. ദയവ് ചെയ്ത് SPG പോലുള്ള സംവിധാനത്തിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കരുത്. അവർക്ക് രാഷ്ട്രീയമില്ല.